കേരളത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവി വിഭാഗത്തിൽ നിന്നും സർക്കാരിനെതിരെ ഉയരുന്ന ഏറ്റവും ശക്തിയേറിയ സ്വരമായി സാറ ജോസഫ് മാറിയിരിക്കുന്നു. സച്ചിദാനന്ദന് പിന്നാലെ സാറയും വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയുടെ വ്യക്തി കേന്ദ്രീകൃത ഭരണത്തിലേക്കും ഇടതുപക്ഷത്തിന്റെ ജനാധിപത്യ വിരുദ്ധതയിലേക്കുമാണ്. CPIM-നെ സാറ ജോസഫ് മുൻപും ശക്തമായിട്ട് തിരിച്ചടിച്ചിട്ടുണ്ട്. TP ചന്ദ്രശേഖരൻ കൊലപാതകം ഉൾപ്പെടെ പലപ്പോഴും CPIM-നെ വിമർശിക്കാൻ അവർ മുൻപിലുണ്ടായിരുന്നു. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ ജനകീയ സമരങ്ങളിൽ അണിനിരന്ന അവർ കോർപ്പറേറ്റ് താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന സർക്കാരാണിതെന്നും കുറ്റപ്പെടുത്തുകയുണ്ടായി. വാളയാർ കേസിലും മറ്റ് സ്ത്രീ വിരുദ്ധ നയങ്ങളിലും സർക്കാരിന്റെ നിസ്സംഗതയെ അവർ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിരുന്നു. വിപ്ലവ പാർട്ടിക്കുള്ളിലെ പുരുഷാധിപത്യത്തെയും അവർ വിമർശിച്ചവർ ഇത്തവണ നേരിട്ട് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് നേരെയാണ് തിരിഞ്ഞിരിക്കുന്നത്. പിണറായി 3.0 എന്ന ബ്രാൻഡിംഗ് ദോഷം ചെയ്യുമെന്നും ഇത് വ്യക്തിയുടെ ഏകാധിപത്യത്തിലേക്ക് പോകുമെന്നും സാറ ജോസഫ് ചൂണ്ടിക്കാണിക്കുകയാണ്. ഭരണമാറ്റം നല്ലതാണെന്നും അനിവാര്യമാണെന്നും സാറ ജോസഫ് തുറന്നടിച്ചു. ഇടയ്ക്ക് ഭരിക്കുന്ന പാർട്ടി പ്രതിപക്ഷത്ത് വരുന്നത് ഗുണം ചെയ്യും എന്നാണ് പ്രതികരണം. അധികാരം നിലനിർത്താൻ ഏത് പിശാചിന്റെ കൂടെയും കൂട്ടുകൂടും എന്ന് പറഞ്ഞ പാരമ്പര്യം ഇടതുപക്ഷത്തിനുണ്ടെന്നും സർക്കാരിന് അധികാരമാണ് മുഖ്യമെന്നും ജനാധിപത്യമല്ല എന്നും സാറ ജോസഫ് പ്രതികരിക്കുമ്പോൾ അവിടെ AKG സെന്റർ വിറച്ചു പോവുകയാണ്. ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ തനിഷ്ടമാണ് നടക്കുന്നത്. വികസനം എന്നുള്ള പേരിൽ കുറെ റോഡുകളും മറ്റും കെട്ടിവെക്കുന്നതിനപ്പുറത്തേക്ക് അടിസ്ഥാന വർഗമായ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തതായിട്ട് കാണുന്നില്ല എന്നും സാറ ജോസഫ് തുറന്നടിക്കുകയാണ്. ചോദ്യം ചോദിക്കാനും തിരുത്തലിനും സാധ്യതയില്ലാത്തവണ്ണം കാര്യങ്ങൾ പോകുന്നു. ജനങ്ങളുടെ നാവായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുടെ വായടപ്പിക്കുന്ന സമീപനം വരെയുണ്ട്. ജനാധിപത്യത്തിന്റെ നാശമുണ്ടായിരിക്കുന്ന കാലത്താണ് ജീവിക്കുന്നതെന്നും ഭരണമാറ്റം ആവശ്യമാണെന്നും ജനം വിലയിരുത്തട്ടെ എന്നുമാണ് സാറ ജോസഫ് തന്റെ പ്രതികരണത്തിലൂടെ അറിയിച്ചത്. സംസ്ഥാനത്ത് തുടർഭരണം വേണ്ട എന്നും മുന്നണികൾ മാറി മാറി ഭരിക്കുന്നതാണ് നല്ലതെന്നും കവി സച്ചിദാനന്ദനും അഭിപ്രായപ്പെട്ടിരുന്നു. പിന്നാലെയാണ് സാറ ജോസഫിന്റെ പ്രതികരണം എത്തിയിരിക്കുന്നത്. കേരളത്തിന് നല്ലത് രണ്ട് മുന്നണികളും മാറി മാറി ഭരിക്കുന്നതാണെന്നും ബംഗാളിൽ സംഭവിച്ചത് തന്നെ ഉദാഹരണമാണെന്നും എന്നാണ് കവി സച്ചിദാനന്ദന്റെ പ്രതികരണം. ഈ രണ്ടുപേരുടെയും പ്രതികരണം വിരൽ ചൂണ്ടുന്നത് കോൺഗ്രസിന്റെ പ്രതീക്ഷയിലേക്കാണ്. പ്രതിപക്ഷത്തിരിക്കുക എന്നത് പാർട്ടിയെ ശക്തിപ്പെടുത്തുവാനും ജനങ്ങളിലേക്ക് കൂടുതൽ വേരാഴ്ത്തുന്നതിനും സഹായിക്കുമെന്നും സച്ചിദാനന്ദന്റെ പറച്ചിലുണ്ടായിരുന്നു. അതുകൊണ്ട് ശക്തമായ പ്രതിപക്ഷം ഉണ്ടാകണം. ജയം തോൽവി എന്നതാകരുത് പാർട്ടികളുടെ ആത്യന്തികമായ ലക്ഷ്യം. തൊഴിലാളികൾ, കർഷകർ, ആദിവാസികൾ, ന്യൂനപക്ഷങ്ങൾ തുടങ്ങി എല്ലാ വിഭാഗങ്ങളും ജനങ്ങളെയും കേൾക്കുവാൻ ജനാധിപത്യമാണ് ഉണ്ടാകേണ്ടതെന്നും തുറന്നടിച്ചിരുന്നു. ഇന്ത്യയെ പോലെ ഒരു ബഹുസ്വര രാജ്യത്ത് എല്ലാവരെയും ഒന്നിച്ചുള്ള ഒരു സായുധ വിപ്ലവം സാധ്യമല്ല. അതുകൊണ്ട് ജനാധിപത്യത്തെ എങ്ങനെ യഥാർത്ഥ ജനാധിപത്യമാക്കി മാറ്റാമെന്ന് ആലോചിക്കുന്നതാണ് സാധ്യമാക്കുക എന്നും സച്ചിദാനന്ദൻ പറഞ്ഞിരുന്നു. സച്ചിദാനന്ദൻ പറഞ്ഞ ബംഗാൾ മോഡൽ തകർച്ചയെക്കുറിച്ചുള്ള മുന്നറിയിപ്പും സാറ ജോസഫിന്റെ ഏകാധിപത്യ ഭീതിയും ഒരേ ദിശയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഇടതുപക്ഷ മൂല്യങ്ങളിൽ നിന്നും പാർട്ടി വ്യതിചലിക്കുമ്പോൾ എഴുത്തുകാർ ഉയർത്തുന്ന ഈ ചോദ്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM-നും വലിയ രാഷ്ട്രീയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. നമുക്ക് സാറ ജോസഫിന്റെ ആ പ്രതികരണത്തിലേക്ക് കൂടി പോകാം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്ന മാറ്റം പിണറായി വിജയന്റെ കോൺട്രിബ്യൂഷൻ എന്താണോ? അത് ഞാൻ പറയില്ല, അതെനിക്കറിയില്ല. അത് അവരുടെ ആൾക്കാർ പറയേണ്ടതാണ്. പിണറായി വിജയൻ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത് അവർ വിലയിരുത്തട്ടെ. അവർ വിലയിരുത്തി അവർക്ക് തിരുത്താനോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാനോ ഉണ്ടെങ്കിൽ അവർ കൂട്ടിച്ചേർക്കട്ടെ. അതല്ല നമ്മുടെ വിഷയം. ഭരണാധികാരത്തിലേക്ക് വന്നത് ഇടതുപക്ഷ പാർട്ടിയാണ്, പിണറായി വിജയനല്ല. ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് ഭരണാധികാരത്തിൽ വന്നത്. സ്ത്രീകൾ, ദലിതർ, ആദിവാസികൾ, ദരിദ്ര ജനവിഭാഗങ്ങൾ, ഭൂരഹിത കർഷകർ തുടങ്ങിയിട്ട് അടിത്തട്ടിലുള്ള മനുഷ്യർ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു പാർട്ടിയാണത്. അവർക്ക് എന്ത് കിട്ടി എന്നുള്ളത് വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. അവർ തന്നെ വിലയിരുത്തേണ്ട കാര്യമാണ് പാർട്ടിക്കാർ. വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത്, ആരോപണം ഉന്നയിക്കുന്നത് BJP ആണ് കൂടുതൽ ആഗ്രഹിക്കുന്നത് LDF അധികാരത്തിൽ. കാരണം അതോടുകൂടി ഇവിടെ ചിഹ്ന ഭിന്നമായി പോയി അവർക്ക് ഇവിടെ അടിയുറച്ച ഒരു ബേസ് ഉണ്ടാക്കാൻ കഴിയുന്നുള്ള ഒരു സാധനമാണ്. അത്തരം ഒരു ആരോപണം ഉയർന്നു വരുന്നുണ്ട്. LDF ഇല്ലാതെയാവുന്നതോടുകൂടി, ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്കില്ലാതെയാവുന്നതോടുകൂടി ആ വേക്കത്തിലേക്ക് കയറി വരിക തീർച്ചയായിട്ടും BJP ആണ്. അതിന് ആരൊക്കെ സപ്പോർട്ട് ചെയ്തു, ആരൊക്കെ എന്തൊക്കെ കൊടുത്തും BJPക്ക് അധികാരത്തിൽ വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അവർ ജനാധിപത്യത്തെപ്പറ്റി മിണ്ടുന്നവരല്ല. ജനാധിപത്യം എന്ന വാക്ക് അവരുടെ നിഘണ്ടുവിലില്ല. മറിച്ച് വർഗീയമായി മതരാഷ്ട്രവൽക്കരണം എന്ന് പറയുന്ന ലക്ഷ്യം അവർക്കുണ്ട് താനും. അതിനാൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും അവർക്ക് കൂട്ടുനിൽക്കുന്ന, അല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന, അവർക്ക് അനുകൂലമായി പറയുന്ന, അവർക്ക് അനുകൂലമായി കരുക്കൾ നീക്കുന്ന ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യുന്നത് ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കലാണ് എന്ന് മാത്രമല്ല ഇന്ത്യയെ തകർക്കലും കൂടിയാണ്. കേരളത്തിന്റെ ഇപ്പോഴത്തെ പൊതു സാഹചര്യത്തിൽ താരതമ്യേന ജനാധിപത്യപരമായി പെരുമാറുന്ന പാർട്ടി കോൺഗ്രസ് ആണെന്ന് ഇപ്പോൾ കരുതുന്നുണ്ടോ? ഇപ്പോൾ നമുക്ക് ഒരു മാറ്റം ആഗ്രഹിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ജനങ്ങൾ അങ്ങനെ ചിന്തിച്ചേക്കാം. ജനങ്ങൾ മാറി മാറി കുത്തുന്നതിൽ ഉത്സുകരാണ്, അങ്ങനെ ചിന്തിച്ചേക്കാം. പക്ഷെ ജനാധിപത്യത്തിൻ്റെ സംരക്ഷകരായിട്ട് അവരും പെരുമാറേണ്ടതുണ്ട്.
ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇതിന് പകരം വലിയ ജനാധിപത്യവൽക്കരണം നടക്കും എന്നുള്ള പ്രതീക്ഷ കണ്ണും മൂക്കും അടച്ച് അങ്ങനെ പ്രതീക്ഷിക്കാൻ നമുക്ക് വഴിയില്ല. കാരണം ഇന്ന് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റത്തിൻ്റെ കാരണം കോൺഗ്രസ് തന്നെയാണ്. അവിടെയും ഈ തുടർ ഭരണം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ആ തുടർ ഭരണത്തെ വന്ന വലിയ അഴിമതികളും അതുപോലെ തന്നെ ആ അഴിമതികളുടെ വിപുലതയും കണ്ടുകൊണ്ടാണ് സത്യത്തിൽ BJPക്ക് അധികാരത്തിലേക്ക് വരാനായിട്ട് സാധിച്ചത്. അല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ ഇന്ന് ഉള്ള ഒരു വിപത്തിൽ എത്തിപ്പെടുമായിരുന്നില്ല. പിണറായി 3.0 അത്തരത്തിലുള്ള ബ്രാൻഡിങ് ഒരു ഇലക്ഷൻ വരുമ്പോൾ അത്തരം ബ്രാൻഡിങ്ങുകൾ വ്യക്തിപരമായിട്ടുള്ള അത്തരം ബ്രാൻഡിങ്ങുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് വളരെ ദോഷം ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് പോലെ വിലയിരുത്തുന്നത് പോലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും നശിക്കുന്നത് അതിൻ്റെ ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിന്നെ എന്താ പറയുക, അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ ഇല്ല എന്നാൽ പോലും തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറഞ്ഞുകൊണ്ട് വരികയും പാർട്ടി ഏകാധിപത്യത്തിലേക്ക് അത് പോവുകയും ചെയ്യുന്നു. പാർട്ടിയുടെ ഏകാധിപത്യത്തിലേക്ക് പോകുന്നതോടുകൂടി പാർട്ടിയിൽ നിന്നും വിട്ട് ഒരൊറ്റ വ്യക്തി ഏകാധിപത്യത്തിലേക്ക് അത് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ നാശം അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്ത് നമ്മൾ ഇടതുപക്ഷ പാർട്ടികളെ വിലയിരുത്തുമ്പോൾ അവരുടെ ഏകാധിപത്യത്തിലേക്കുള്ള യാത്ര അതാണ് സംഭവിച്ചത് എന്ന് ചരിത്രപരമായിട്ട് വിലയിരുത്തുന്നത്. തീർച്ചയായിട്ടും അത് ഭൂരിപക്ഷ പ്രീണനം മാത്രമല്ല, അത് വർഗീയ പാർട്ടികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു പ്രീണനം കൂടി ആണ്. ഭൂരിപക്ഷം വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ മതകക്ഷികൾക്ക് എന്തുകൊണ്ട് അവരുടെ മതത്തിൻ്റെ പേരിൽ നിന്ന് മത്സരിച്ചുകൂടാ? അവർ വിട്ടുകൊടുക്ക്. അവർ കത്തോലിക്ക മതത്തിൻ്റെ പേരിലും ഈഴവരുടെ പേരിലും നായന്മാരുടെ പേരിലും നിന്ന് മത്സരിക്കട്ടെ. ഇവരെന്തിനു കൂട്ടുപിടിക്കുന്നു? ഈ കൂട്ടുപിടിച്ചുകൊണ്ട് വലിയ വോട്ട് ബാങ്ക് ആയിക്കൊണ്ട് ഈ വക വർഗീയ ശക്തികളെയും സമുദായ ശക്തികളെയും മതശക്തികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് അധികാരത്തിലേറുക എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, കക്ഷി രാഷ്ട്രീയ പാർട്ടികൾ എന്ന് ഉപേക്ഷിക്കുന്നു അന്ന് മാത്രമേ എന്തെങ്കിലും പ്രതീക്ഷ ജനങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്ന മാറ്റം പിണറായി വിജയന്റെ കോൺട്രിബ്യൂഷൻ എന്താണോ? അത് ഞാൻ പറയില്ല, അതെനിക്കറിയില്ല. അത് അവരുടെ ആൾക്കാർ പറയേണ്ടതാണ്. പിണറായി വിജയൻ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത് അവർ വിലയിരുത്തട്ടെ. അവർ വിലയിരുത്തി അവർക്ക് തിരുത്താനോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാനോ ഉണ്ടെങ്കിൽ അവർ കൂട്ടിച്ചേർക്കട്ടെ. അതല്ല നമ്മുടെ വിഷയം. ഭരണാധികാരത്തിലേക്ക് വന്നത് ഇടതുപക്ഷ പാർട്ടിയാണ്, പിണറായി വിജയനല്ല. ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് ഭരണാധികാരത്തിൽ വന്നത്. സ്ത്രീകൾ, ദലിതർ, ആദിവാസികൾ, ദരിദ്ര ജനവിഭാഗങ്ങൾ, ഭൂരഹിത കർഷകർ തുടങ്ങിയിട്ട് അടിത്തട്ടിലുള്ള മനുഷ്യർ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു പാർട്ടിയാണത്. അവർക്ക് എന്ത് കിട്ടി എന്നുള്ളത് വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. അവർ തന്നെ വിലയിരുത്തേണ്ട കാര്യമാണ് പാർട്ടിക്കാർ. വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത്, ആരോപണം ഉന്നയിക്കുന്നത് BJP ആണ് കൂടുതൽ ആഗ്രഹിക്കുന്നത് LDF അധികാരത്തിൽ. കാരണം അതോടുകൂടി ഇവിടെ ചിന്ന ഭിന്നമായി പോയി അവർക്ക് ഇവിടെ അടിയുറച്ച ഒരു ബേസ് ഉണ്ടാക്കാൻ കഴിയുന്നുള്ള ഒരു സാധനമാണ്. അത്തരം ഒരു ആരോപണം ഉയർന്നു വരുന്നുണ്ട്. LDF ഇല്ലാതെയാവുന്നതോടുകൂടി, ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്കില്ലാതെയാവുന്നതോടുകൂടി ആ വേക്കത്തിലേക്ക് കയറി വരിക തീർച്ചയായിട്ടും BJP ആണ്. അതിന് ആരൊക്കെ സപ്പോർട്ട് ചെയ്തു, ആരൊക്കെ എന്തൊക്കെ കൊടുത്തും BJPക്ക് അധികാരത്തിൽ വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അവർ ജനാധിപത്യത്തെപ്പറ്റി മിണ്ടുന്നവരല്ല. ജനാധിപത്യം എന്ന വാക്ക് അവരുടെ നിഘണ്ടുവിലില്ല. മറിച്ച് വർഗീയമായി മതരാഷ്ട്രവൽക്കരണം എന്ന് പറയുന്ന ലക്ഷ്യം അവർക്കുണ്ട് താനും. അതിനാൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും അവർക്ക് കൂട്ടുനിൽക്കുന്ന, അല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന, അവർക്ക് അനുകൂലമായി പറയുന്ന, അവർക്ക് അനുകൂലമായി കരുക്കൾ നീക്കുന്ന ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യുന്നത് ജനാധിപത്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കലാണ് എന്ന് മാത്രമല്ല ഇന്ത്യയെ തകർക്കലും കൂടിയാണ്. കേരളത്തിന്റെ ഇപ്പോഴത്തെ പൊതു സാഹചര്യത്തിൽ താരതമ്യേന ജനാധിപത്യപരമായി പെരുമാറുന്ന പാർട്ടി കോൺഗ്രസ് ആണെന്ന് ഇപ്പോൾ കരുതുന്നുണ്ടോ? ഇപ്പോൾ നമുക്ക് ഒരു മാറ്റം ആഗ്രഹിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ജനങ്ങൾ അങ്ങനെ ചിന്തിച്ചേക്കാം. ജനങ്ങൾ മാറി മാറി കുത്തുന്നതിൽ ഉത്സുകരാണ്, അങ്ങനെ ചിന്തിച്ചേക്കാം. പക്ഷേ ജനാധിപത്യത്തിൻ്റെ സംരക്ഷകരായിട്ട് അവരും പെരുമാറേണ്ടതുണ്ട്. ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇതിന് പകരം വലിയ ജനാധിപത്യവൽക്കരണം നടക്കും എന്നുള്ള പ്രതീക്ഷ കണ്ണും മൂക്കും അടച്ച് അങ്ങനെ പ്രതീക്ഷിക്കാൻ നമുക്ക് വഴിയില്ല. കാരണം ഇന്ന് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റത്തിൻ്റെ കാരണം കോൺഗ്രസ് തന്നെയാണ്. അവിടെയും ഈ തുടർ ഭരണം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ആ തുടർ ഭരണത്തെ വന്ന വലിയ അഴിമതികളും അതുപോലെ തന്നെ ആ അഴിമതികളുടെ വിപുലതയും കണ്ടുകൊണ്ടാണ് സത്യത്തിൽ BJPക്ക് അധികാരത്തിലേക്ക് വരാനായിട്ട് സാധിച്ചത്. അല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ ഇന്ന് ഉള്ള ഒരു വിപത്തിൽ എത്തിപ്പെടുമായിരുന്നില്ല. പിണറായി 3.0 അത്തരത്തിലുള്ള ബ്രാൻഡിങ് ഒരു ഇലക്ഷൻ വരുമ്പോൾ അത്തരം ബ്രാൻഡിങ്ങുകൾ, വ്യക്തിപരമായിട്ടുള്ള അത്തരം ബ്രാൻഡിങ്ങുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് വളരെ ദോഷം ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് പോലെ വിലയിരുത്തുന്നത് പോലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും നശിക്കുന്നത് അതിൻ്റെ ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ്.
കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിന്നെ എന്താ പറയുക, അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ ഇല്ല എന്നാൽ പോലും തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറഞ്ഞുകൊണ്ട് വരികയും പാർട്ടി ഏകാധിപത്യത്തിലേക്ക് അത് പോവുകയും ചെയ്യുന്നു. പാർട്ടിയുടെ ഏകാധിപത്യത്തിലേക്ക് പോകുന്നതോടുകൂടി പാർട്ടിയിൽ നിന്നും വിട്ട് ഒരൊറ്റ വ്യക്തി ഏകാധിപത്യത്തിലേക്ക് അത് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ നാശം അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്ത് നമ്മൾ ഇടതുപക്ഷ പാർട്ടികളെ വിലയിരുത്തുമ്പോൾ അവരുടെ ഏകാധിപത്യത്തിലേക്കുള്ള യാത്ര അതാണ് സംഭവിച്ചത് എന്ന് ചരിത്രപരമായിട്ട് വിലയിരുത്തുന്നത്. തീർച്ചയായിട്ടും അത് ഭൂരിപക്ഷ പ്രീണനം മാത്രമല്ല, അത് വർഗീയ പാർട്ടികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു പ്രീണനം കൂടി ആണ്. ഭൂരിപക്ഷം വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ മതകക്ഷികൾക്ക് എന്തുകൊണ്ട് അവരുടെ മതത്തിൻ്റെ പേരിൽ നിന്ന് മത്സരിച്ചുകൂടാ? അവർ വിട്ടുകൊടുക്ക്. അവർ കത്തോലിക്ക മതത്തിൻ്റെ പേരിലും ഈഴവരുടെ പേരിലും നായന്മാരുടെ പേരിലും നിന്ന് മത്സരിക്കട്ടെ. ഇവരെന്തിനു കൂട്ടുപിടിക്കുന്നു? ഈ കൂട്ടുപിടിച്ചുകൊണ്ട് വലിയ വോട്ട് ബാങ്ക് ആയിക്കൊണ്ട് ഈ വക വർഗീയ ശക്തികളെയും സമുദായ ശക്തികളെയും മതശക്തികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് അധികാരത്തിലേറുക എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, കക്ഷി രാഷ്ട്രീയ പാർട്ടികൾ എന്ന് ഉപേക്ഷിക്കുന്നു അന്ന് മാത്രമേ എന്തെങ്കിലും പ്രതീക്ഷ ജനങ്ങൾക്ക്